പിന്നെ തരാം തരല്ലേ എടാ തരാം എന്നോടാ എടാ എഴുന്നേറ്റ് വാടാ. നീ കുറെ കാലം മുങ്ങി നടക്കേണ്ടടാ. എന്റെ മോനെ, നീ കാശ് മേടിച്ച് നക്കിയിട്ട് കൊണക്കടാ. തൊഴുതക്കാട്ടി ചാക്കോ കാശ് കൊടുക്കുന്നതും മുതലും പലിശ തീർത്ത് വാങ്ങാനടാ. അല്ലാതെ നിന്റെയൊക്കെ പെമ്പർന്നോത്തിയുടെ സൗന്ദര്യം കണ്ടിട്ടല്ലോ. മനസ്സിലായടാ? ഇത് നിന്നെ പോലുള്ള പന്നികൾ കണ്ട് മനസ്സിലാക്കട്ടോ. ഒരു ലൈറ്റ്സ്. ലാമ്പ്. എന്താണ് ലാലിച്ചേച്ചിത്? കടയൊക്കെ അലങ്കോലപ്പെട്ട് എടുക്കണല്ലോ. കുറച്ച് കാശിറക്കി നന്നാക്കാൻ പാടില്ലായിരുന്നാ? നല്ല കച്ചവടം നടക്കും. വേണം ഞാൻ സഹായിക്കാം. കൃത്യമായിട്ട് പലിശ മുതലും തന്നാ മതി. വേണോ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. പണം വാങ്ങിക്കുന്നത് വലത് കൈകൊണ്ടും കൊടുക്കുന്നത് ഇടത് കൈകൊണ്ടും വേണം എന്നാണ് എന്റെ പോളിസി. ഇവിടെ ആരുമില്ലേ? ജോണി ചേട്ടനില്ലേ? ഇതെന്നാ പരിപാടിയാ പുള്ളിക്കാരനെ കാണിക്കുന്നേ? ഇന്നലെ കാശ് തരാമെന്നും പറഞ്ഞ് എന്നെ പുളിഞ്ചോട്ടി ഇരുത്തി വീണ്ടും പറ്റിച്ചു. ചേച്ചി എന്നാ ഇന്ന് തൊഴിലുറപ്പ് പണിക്കൊന്നും പോയില്ലായോ? എന്നാ ചെയ്യാനാ? വീട്ടിൽ കയറി വരാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. കൊടുത്ത കാശ് മേടിക്കണ്ടായോ? ചാക്കോ കാശ് കൊടുത്ത മറ്റേ മുതലും പലിശ മേടിച്ച ശീലമുള്ള. പിന്നെ ചാക്കോയ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നാ നാട്ടുകാർ പറയുന്നത്. അതിന് ഞാൻ നയ്യാണോ? മുതലും പലിശയും കിട്ടില്ല എന്ന് കണ്ട ഞാൻ ചില കോംപ്ലിമെന്റ്സിലൊക്കെ തയ്യാറാണ്. അതെന്തൊരു വീക്ക്നെസ്സുമാണ്. വേണ്ടില്ലേ, ഞാനിപ്പോ വന്നപ്പോ ജോണി ചേട്ടനില്ല. ഇത് തന്നെയാണ് എല്ലാ വീട്ടിലെ അവസ്ഥ. ഞാൻ വരുന്ന കണ്ട പെമ്പർ നോത്തിയ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് പിൻവശത്തെ കൂടെ ഒരു അറ്റ മുങ്ങല. എനിക്കറിയായിരുന്നു ജോണി ചേട്ടൻ ഇവിടെ ഇല്ലാന്ന്. ചേച്ചി മുതലെങ്കിലും തരുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ ചില കോംപ്ലിമെന്റിനൊക്കെ തയ്യാറാണ്. അപ്പൊ അങ്ങനാണ്. ഒരു കോംപ്ലിമെന്റിനും തയ്യാറല്ലോ.
ചാക്കോ ആരാണെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാശ് വാങ്ങിച്ച് നക്കിയപ്പ നല്ല സുഖാർന്നില്ല. ഇത് തൊഴുതക്കാട്ടി ചാക്കോണ്. കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലേ മുതലും പലിശ വാങ്ങിക്കാൻ അറിയണവേ. അല്ലാതെ ഒരുത്തന്റെ വീട്ടിലെ പെമ്പർ നോക്കി കണ്ടിട്ടല്ല ചാക്കോ കാശ് കൊടുത്ത്. അത് മനസ്സിലാക്കുക നല്ലത്.